ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നും ഒരു 5 പൈസ ചിലവില്ലാതെ ഒരേ ഒരു നാരങ്ങ കൊണ്ട് നമ്മുടെ ബാത്റൂമിലെ ടോയ്ലറ്റും വാഷ് ബേസിനും ഒക്കെ പളപള വെട്ടിത്തിളങ്ങുന്ന ഒരു ടിപ്പുമായിട്ടാണ്. അപ്പോൾ ഈ സൊല്യൂഷൻ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ബാത്റൂം കഴുകുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലും ബാത്റൂമിലെ ബാക്ടീരിയകളൊക്കെ ഇല്ലാതാകും കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ സൊല്യൂഷൻ തയ്യാറാക്കാൻ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബാത്റൂം നല്ല വെട്ടിത്തിളങ്ങും വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് നേരത്തെ കാണിച്ചതുപോലെ ഒരു നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ നമുക്കിതൊന്ന് രണ്ടായിട്ട് പിളർന്നെടുക്കാം. അപ്പോൾ അത് നാരങ്ങ രണ്ടായിട്ട് പിളർന്നെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ തോട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. തോടും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് 2 പിളർപ്പ് നാരങ്ങയുടെ നീരും ഞാൻ ബൗളിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കേണ്ടതുണ്ട് കേട്ടോ. അത് നമ്മുടെ അടുക്കളയിലുള്ള ഉപ്പാണേ. അപ്പോൾ ഉപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഈ നാരങ്ങയുടെ ജ്യൂസും ഈ ഉപ്പുമായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ച് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് അങ്ങ് അലിഞ്ഞ് ചേരേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിഴിഞ്ഞെടുത്ത തോടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പോഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എക്സോ ബാറൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ മീതയിലിരിക്കുന്ന ഒരു സ്പോഞ്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റീൽ സ്ക്രബ്ബറൊന്നും ആവശ്യമില്ല. ഒരു സ്പോഞ്ചോ ഇതുപോലുള്ളൊരു സ്ക്രബ്ബറോ മാത്രം മതി. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോകാം. ടോയ്ലറ്റൊക്കെ നിറയെ കറയും അഴുക്കുമായിട്ടൊക്കെ പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ നോക്കി നല്ല അഴുക്കും കറയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ സൊല്യൂഷൻ വെച്ച് നന്നായിട്ടൊന്ന് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം പിടിച്ചിട്ട് ഈ ചുവരിലും തറയിലും ആ ക്ലോസറ്റിലും എല്ലാ ഭാഗത്തും കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ലിക്വിഡ് ഇതുപോലെ സ്പോഞ്ച് വെച്ച് ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ആ പകുതി നാരങ്ങത്തോടും കൂടി എടുക്കുക. അതിനുശേഷം ഇതുപോലെ ആ വാഷ് ബേസിനിലൊക്കെ അഴുക്കുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതിയേ. അങ്ങനെ എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുക. എത്ര ഇളകാത്ത കറയും ഇത് കൊണ്ട് ഇളകും കേട്ടോ. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ആ ബാത്റൂമിലുള്ള ബാക്ടീരിയയൊക്കെ നശിപ്പിക്കുന്ന നല്ലൊരു ലിക്വിഡാണ് ഈ നാരങ്ങാ നീരും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്തെടുത്ത സൊല്യൂഷൻ. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. ഇതുകൊണ്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂം നല്ലൊരു പളപളപ്പും അതുപോലെ തന്നെ നല്ലൊരു മണവുമാണ്. നല്ല ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും. അപ്പോൾ ബേസിൻ കഴുകിയെടുത്തു. ആ സൈഡൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ആ പൈപ്പിൻ്റെ കൊണ്ടിയൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതിയേ. കൂടെ നമ്മൾ ആ സ്പോഞ്ച് ഒന്ന് ആ ലിക്വിഡിലൊന്ന് പുരട്ടിയെടുക്കണവേ. നോക്കി അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ആ കറകളൊക്കെ ഇളകുന്നത് കണ്ടില്ലേ, ഒന്ന് ഉരച്ചു കൊടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ചുവരുകളും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ടോയ്ലറ്റും വാഷ് ബേസിനൊക്കെ കഴുകുന്നത് പോലെ തന്നെ ചുവരും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചുവരിൽ നല്ല അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ബാത്റൂമിൻ്റെ ആ തറയും എല്ലാം നമുക്ക് സ്പോഞ്ചിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. എല്ലാ അഴുക്കും ഇളകിക്കൊള്ളും. അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്കിൻ്റെ ആ അടപ്പിലൊക്കെ നല്ല കറയുണ്ട്, കണ്ടില്ലേ? ആ കറയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് ഇളകി കിട്ടും. ഒരു 5 പൈസയുടെ ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ വില കൂടിയ ലിക്വിഡൊന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഈ സ്പോഞ്ച് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണേ. അപ്പോൾ ലിക്വിഡ് എടുക്കുന്നതിന് ഇടയിൽ ആ ഒരു തോടും കൂടി അതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ വാൾട്ടയിലും അതുപോലെ തന്നെ അതിൻ്റെ തറയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ കഴുകിയെടുക്കാവേ. ക്ലോസറ്റിൻ്റെ വെളിയൊക്കെ നന്നായിട്ട് ഇതുകൊണ്ട് തന്നെ എടുത്ത് കഴുകുക. പിന്നെ അകം നമുക്ക് ബാക്കിയുള്ള ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് കൊണ്ടൊന്ന് തേച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ബാക്കി വന്ന ലിക്വിഡ് ഞാൻ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. എത്ര പാണ്ട് പിടിച്ച കറയായിരുന്നാലും അതൊക്കെ ഇളകി കിട്ടും കേട്ടോ. അപ്പം ഞാൻ ആ ബൗളും കൂടി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആ ക്ലോസറ്റിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ബ്രഷ് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും കഴുകിയെടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്ലഷ് അടിച്ച് കൊടുക്കാം. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ടോയ്ലറ്റ് പള്ള തിളങ്ങുന്നില്ലേ? പുത്തനെ പോലെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തറയിൽ വെച്ച് പിടിപ്പിച്ച ക്ലോസറ്റും നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും സ്പോഞ്ച് വെച്ച് ആ നാരങ്ങ നീരിലൊന്ന് തൊട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തേ. ഇനി നമുക്ക് വെള്ളം അടിച്ചു കൊടുക്കാം. ആ ചുവരിലും എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് കൊടുത്ത എല്ലാ ഭാഗത്തും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. കൂടെ ഇത് ചെയ്യുന്നത് കൊണ്ട് നല്ലതാണ് കേട്ടോ. എൻ്റെ ഈ ബാത്റൂം ഒരു 16 വർഷത്തെ പഴക്കമുണ്ട്. ഞാൻ കൂടെ ഈ ഒരു സൊല്യൂഷൻ ചെയ്യാറുണ്ട്. എനിക്ക് ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കിട്ടുന്നത് ഇത് കൊണ്ട് കഴുകിയെടുക്കുമ്പോൾ. ബാത്റൂമിൽ നല്ല ഫ്രഷ്നെസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു സുഗന്ധവും പരത്തും കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ലിക്വിഡൊക്കെ വെച്ച് ബ്രഷ് വെച്ചൊക്കെ തേച്ച് ഉരച്ച് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നാരങ്ങാനീരും ഉപ്പും കൂടി ചേർത്ത സൊല്യൂഷൻ ചേർത്ത് ചെറുതായിട്ടൊന്ന് സ്പോഞ്ചിലെടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. എല്ലാ കറകളും ഇളകിക്കൊള്ളും. അപ്പോൾ ഞാൻ കറകളെല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വെള്ളം അടിച്ച് ചീറ്റി നന്നായിട്ട് അഴുക്കൊക്കെ കളയുന്നുണ്ടേ. അപ്പോൾ നോക്കിയേ, നമ്മൾ ബാത്റൂം നേരത്തെ ഇരുന്നത് പോലെയാണോ? നല്ല പള്ള ആയിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്താൽ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള സിങ്കൊക്കെ ഇതുപോലെ കഴുകിയെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പഴക്കം ചെന്ന ബാത്റൂമിൻ്റെ ഫീലിങ്സ് നമുക്ക് എടുക്കുകയില്ല ഇത് കൊണ്ട് നമ്മൾ വാഷ് ചെയ്താൽ. അപ്പോൾ നേരത്തെ ഇരുന്നത് ഇപ്പോൾ കിട്ടിയതുമായിട്ടുള്ള വാഷ് ബേസും ക്ലോസറ്റൊക്കെ ഒന്ന് നോക്കിയേ, നല്ല പള്ള വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ഒറ്റ കറ പോലുമില്ല നമ്മുടെ ക്ലോസറ്റിനും ബാത്റൂമിനൊക്കെ. ഇതൊരു 16 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ എൻ്റെ ബാത്റൂമിന് ഈ ക്ലോസറ്റിനൊക്കെ. ഇതുകൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ പുത്തനെ പോലെ ആയി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക.
10 പൈസ ചിലവില്ല. ഇതുപോലെ നമ്മൾ നാരങ്ങയും ഉപ്പും ഇട്ട് കഴുകിയാൽ 10 പൈസയുടെ ചിലവില്ലാതെ നമുക്ക് നല്ല വെട്ടിത്തിളങ്ങുന്ന ബാത്റൂമാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.